നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. ഫ്രങ്കി ഡിയോങ്ങിന് പരിക്ക് അദ്ദേഹത്തിന് കുറച്ച് നാളുകൾ പുറത്തിരിക്കേണ്ടി വരുമെന്നാണല്ലോ റിപ്പോർട്ട്. സർജറി വേണമെന്നാണ് ബാഴ്സ പറയുന്നത്. എന്ത് സംഭവിക്കുമെന്നുള്ളത് കാത്തിരുന്ന് കാണണം. ഇപ്പോഴിതാ അദ്ദേഹത്തിന് പരിക്ക് പറ്റി ഈ ഘട്ടത്തിൽ മധ്യനിരയിലേക്ക് മൊറോക്കൻ സൂപ്പർ താരത്തെ എത്തിക്കാൻ ബാഴ്സലോണ ശ്രമിക്കുന്നു എന്ന വാർത്ത പുറത്തുവിടുന്നു സ്പോട്ട്. ബാഴ്സലോണ ആർ കൺസിഡറിംഗ് അസദിൻ ഒനാഹി ആസ് പോസിബിൾ മിഡ്ഫീൽഡ് റീഇൻഫോഴ്സ്മെന്റ് ഫോളോയിങ് ഫ്രങ്കി ഡിയോങ്സ് ഇഞ്ചുറി എന്നാണ് റിപ്പോർട്ട്. അസദിൻ ഒനാഹി വേൾഡ് കപ്പിലടക്കം മൊറോക്കോക്ക് വേണ്ടി മിന്നും പ്രകടനം നടത്തിയ താരമാണ്. നിലവിൽ ജിറോണയുടെ കളിക്കാരനാണ്. സോ ജിറോണയിൽ നിന്ന് അദ്ദേഹത്തെ കൊണ്ടുവരാനാണ് ബാഴ്സ ശ്രമിക്കുന്നത്. അതിന് പക്ഷേ ജിറോണ ഡിമാൻഡ് ചെയ്യാൻ സാധ്യതയുള്ള അദ്ദേഹത്തിൻ്റെ റിലീസ് ക്ലോസ് ആണ്. 25 മില്യൺ യൂറോയാണ് റിലീസ് ക്ലോസ്. അത് കൊടുത്തൊരു പക്ഷേ ബാഴ്സലോണ താരത്തെ സ്വന്തമാക്കിയേക്കും എന്നാണ് സ്പോർട്ടിൻ്റെ റിപ്പോർട്ട്. അതോടൊപ്പം തന്നെ മറ്റൊരു റിപ്പോർട്ട് കൂടി ഉള്ളത്, ബാഴ്സലോണ ഇതാ ജാവോ കൻസേലോയെ പെർമനൻ്റ്ലി ടീമിലേക്ക് തിരികെ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളിലാണ്. അതിൻ്റെ ഫൈനൽ സ്റ്റേജിലാണ്. ദ ഡീൽ ഈസ് എക്സ്പെക്റ്റഡ് ടു ബി കംപ്ലീറ്റഡ് ഫോർ 8 to 10 മില്യൺ യൂറോ. 8 മുതൽ 10 മില്യൺ യൂറോ വരെ കൊടുത്തിട്ട് അൽ ഹിലാലിൽ നിന്ന് പൂർണ്ണമായിട്ടും താരത്തെ വാങ്ങാനുള്ള ശ്രമത്തിലേക്കാണ് ബാഴ്സലോണ ഉള്ളത്. 2 വർഷത്തെ കോൺട്രാക്റ്റ്, അതായത് 2028 വരെയുള്ള ഒരു കോൺട്രാക്റ്റ് കൊടുത്ത് അദ്ദേഹത്തെ എത്തിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ബാഴ്സലോണ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വേഴ്സിറ്റാലിറ്റി, എക്സ്പീരിയൻസ്, അതെല്ലാം തീർച്ചയായിട്ടും ഹൻസി ഫ്ലിക്ക് വലിയ രൂപത്തിൽ പരിഗണിക്കുന്ന ഒന്നാണ്. സോ ജാവോ കൻസേലോ ബാഴ്സലോണയിൽ തന്നെ തുടർന്നേക്കും എന്നുള്ള സൂചനകൾ കൂടി വരുന്നു. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വീഡിയോ എത്താം.